വെൽക്കം ടു ഹാപ്പി ബയോ ഹോം. ഇപ്പം നമ്മൾ ഇന്നലെ നെല്ല് പുഴുങ്ങുന്ന വീഡിയോ കാണിച്ചിരുന്നു. ഇപ്പം ഇന്നത് ഇന്നലെ നെല്ല് തിളപ്പിക്കുക ചെയ്തത്. ഇന്ന് അതിന്റെ ബാലൻസ് പാർട്ട് കേട്ടോ. ഇന്ന് അതിന്റെ ബാലൻസ് പാർട്ട് ഇന്ന് അത് പുഴുങ്ങുകയാണ്. ഇപ്പം ഇന്ന് രാവിലെ പുഴുകേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്ന് രാവിലെ വേറെ ഇച്ചിരി തിരക്കും ഒരു വിരുന്ന് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ സമയം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് രണ്ടാമത് വൈകിട്ടാണ് ഇന്ന് പുഴുങ്ങുന്നത്. പുഴുങ്ങാനായിട്ട് ആദ്യം ഇന്നലെ തിളപ്പിച്ച് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരുന്നല്ലോ, ആ വെള്ളം ഇന്ന് അത് ഊറ്റിക്കളയണം. മുഴുവൻ ഊറ്റിക്കളയണ്ട, കുറച്ച്, അതായത് ഒന്ന് ആവി വരാനുള്ള വെള്ളം ഇതിനകത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ഊറ്റിക്കളയണം. അപ്പം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിപാടി. ഇത് ഇന്നലത്തെ നമ്മുടെ എന്താ പുല്ലാന്തി പുല്ലാന്തി ഉണ്ടോ? ഇത്തിരിയുടെ കഴിയുമ്പോഴത്തേക്ക് ആ മുട്ടൊക്കെ വിരിഞ്ഞ് വൈറ്റ് കളറാകും. കണ്ടോ, ഈ മുട്ടൊക്കെ വിരിയും, കുറച്ച് നല്ല മണമായിരിക്കും. കളറ് ആ പൂ വിരിയുമ്പോൾ നല്ല വെളുപ്പ് കളറായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് കളറ് മാറി ഈ പിങ്ക് കളറിലേക്ക് വരുന്നത്. അവിടെ നമ്മുടെ പുല്ലാന്തിക്കാടുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിലേക്ക് ഇങ്ങനെ കോരി കോരി വെച്ചിട്ട് നടുക്ക് കുഴിയാക്കിയിട്ട് വറ്റിച്ചാൽ മതി, അപ്പോൾ എളുപ്പമുണ്ട്. നമ്മുടെ കടപ്ലാവ് ഇന്നലെ ഇരുട്ടത്ത് കാണാൻ മേലായിരുന്നു കടപ്ലാവ്. പക്ഷെ അതിന് കൂടുതൽ ചെറിയ ചക്ക ഉണ്ടായിട്ടുണ്ട്. അത് പൊഴിഞ്ഞു പോകുമെന്നറിയാൻ മേല, എങ്കിലും പൊഴിഞ്ഞു പോകുമെന്നറിയാൻ മേല, ചെറുതായിട്ട് കാണാം ചക്ക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓരോ ഞെടുപ്പിലും ഓരോ ഇതുണ്ടായിട്ടുണ്ട്, ചക്ക ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായതാണ്. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് ഇത് ഇവിടെ വളർന്നു വരുന്നുണ്ട്. നമ്മളിത് നേരെ വീടിൻ്റെ മേളിലേക്ക് കയറ്റി വിടും, അപ്പം നല്ല തണൽ കിട്ടും. പിന്നെ ഒരു മുരിങ്ങത്തൈ ഉണ്ട്, സെറ്റായി വരുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു മറ്റേ നമ്മൾ ലൂബിക്ക അല്ലേ, ലൂബി, അതിൻ്റെ ഒരു ലോലോലിക്കയുടെ ഒരു തൈ ഉണ്ട്. ഇതിൻ്റെ സാധാ തൈ എന്ന് പറഞ്ഞാൽ സാധാ തൈ അല്ല, ഇത് സീറ്റ് ലൂബിക്കയാണ്. അപ്പം മധുരം ഉണ്ടെന്നാണ് പറഞ്ഞത് കായ ഉണ്ടാകുമ്പോഴത്തേക്ക്. സാധാരണ പുളിയല്ലേ, മധുരമുണ്ട്. അപ്പം അതിൻ്റെ പരിചരണങ്ങളൊന്നും അത്ര വലിയ വെടിപ്പായിട്ട് നടക്കണില്ല. അപ്പം നമ്മൾ ഇച്ചിരി കൂടെയൊക്കെ നന്നാക്കി വളമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അത്തിയുണ്ട്. അത്തിമരത്തിൽ ഇതുവരെ കായ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടോ? അത്തിയിൽ കായ ഉണ്ടായിട്ടുണ്ട്. അതും ഇങ്ങനെ വാങ്ങിച്ചു വെച്ച അത്തിയാണ്. ഇത് കോരി വെള്ളം നമ്മൾ വേറെ കൊട്ടയ്ക്കകത്തേക്ക് കോരി വെക്കുക. നല്ല നമുക്ക് വെള്ളം മുഴുവൻ കോരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വേറൊരു കൊട്ടയ്ക്കകത്തേക്ക് കോരി വെച്ചിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ടിടും. ഇച്ചിരി വെള്ളം നിർത്തിയേക്കും, ആവി വരണമല്ലോ. അപ്പോൾ തിരിച്ചെന്നിട്ട് ബാക്കി ഇതിനകത്തേക്ക് ഇടുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമായി, ബാക്കി വെള്ളമൊക്കെ മാറ്റി ഇനി നമുക്ക് അടിയിൽ നന്നായിട്ട് തീ കൊടുത്ത് ആവി കയറ്റി എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. പുല്ലാന്തിയില് മുട്ട് വിരിഞ്ഞ് വിരിഞ്ഞ് നോക്കി നിന്ന മുട്ട് വിരിയുന്ന കാണാതിരിക്കുമല്ലേ. പിന്നെ തീ കൊടുക്കാം, നമുക്ക് തീ കൊടുത്തു കേട്ടോ. തീ കൊടുത്തു നമുക്ക് ഇതിന്റെ മേളില് എന്തേലും വാഴയിലാണെങ്കിലും മതി, വട്ടയിലയോ വാഴയിലയോ എന്തേലും എന്തേലും വെച്ചതിന്റെ മേളിലൊന്ന് കവർ ചെയ്യണം, ആവി നല്ല സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ നെല്ല് ആവി വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ പുല്ലാന്തിപ്പൂ വിരിഞ്ഞു തുടങ്ങി കേട്ടോ, മുമ്പേ കാണിച്ചില്ലായിരുന്നോ? അതൊന്നും കൂടെ കാണിച്ചു തരാവേ. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കണ്ടോ.
ആ മുട്ടയൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് വിരിയുമ്പോൾ ഉണ്ടല്ലോ വെള്ള കളറാണ്, വെള്ള. ഇത് മുട്ട ഇനിയുണ്ട്, കുറേ മുട്ടയൊക്കെ വിരിയാൻ ഇപ്പോൾ നിറയെ ഇങ്ങനെ പുല്ലാന്തി പൂത്തി നല്ല രസമായിട്ടോ കാണാൻ. അപ്പം നിങ്ങൾ ഓർക്കുമല്ലേ എപ്പോഴും എന്തിനാ ഈ പുല്ലാന്തി കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ നെല്ലിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരാൾ ഇല വെട്ടാൻ പോയിരിക്കുക. ആ സമയത്ത് കുറച്ചും കൂടെ തീ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. വാഴയില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ മേലിലേക്ക് മൂടിക്കൊടുക്കാം. നല്ല ചൂടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം ഇനി ഇത് ഇവിടെ ഇരുന്ന് അങ്ങ് സെറ്റായി ആവി വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞുകൊണ്ട് കേട്ടോ കുറേ പണിയൊക്കെ. അപ്പോൾ നമുക്ക് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നെല്ല് പുഴുങ്ങി കഴിഞ്ഞു, വാ പൊട്ടിയിട്ടുണ്ട് നെല്ലിൻ്റെ. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നെല്ലിൻ്റെ വാ പൊട്ടി നമ്മൾ നിർത്തി. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ടൊരു പടുതയിലേക്ക് വിരിച്ചിട്ട് നാളെ ഇനി വെയിൽ വരുള്ളൂ. ഇപ്പോൾ നമ്മളതങ്ങോട്ട് സെറ്റാക്കി വെക്കാൻ പോവാം. അപ്പം നെല്ലിൻ്റെ വാ പൊട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ടോ, നെല്ലിങ്ങനെ പിളർന്നിരിപ്പുണ്ട്. ഇത് ഇപ്പോൾ കാണാം, ഇത് കണ്ടോ. അപ്പം ഇങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക്, അതായത് ചരുവത്തിൻ്റെ പാത്രത്തിൻ്റെ എല്ലാ സൈഡും ഉള്ള നെല്ല് ഇതുപോലെ വാ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇനി നമുക്ക് പടുതയിലേക്ക് മാറ്റി ഉണങ്ങാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യാം. വാരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കൊട്ടയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ടെറസിൻ്റെ മേലിൽ വേണം ഉണങ്ങാനിടാൻ. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് കൊട്ടയ്ക്കകത്തേക്ക് കോരുക. ഈ താഴെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒരു പായക്ക് ഇട്ടിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും വെയിലില്ല, ഇവിടെ മരമൊക്കെ വന്നുകൊണ്ട് വെയിൽ കുറവാണ്. അപ്പം കഴിഞ്ഞ വർഷം പക്ഷേ ഇവിടേക്ക് ഇട്ടാൽ ഉണങ്ങി, താഴെ ഇട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇടാം. ഇതിപ്പോൾ നമുക്ക് വീടിൻ്റെ മേളിലേ ഉള്ളൂ വെയിൽ, അപ്പം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതേ നമ്മൾ ആ ചരുവും എടുത്ത് നമ്മൾ ടെറസിൻ്റെ മേളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുക. കാണാമോ എന്നറിയില്ല, നമ്മുടെ പടുത വിരിച്ചേക്കുക. പടുത വിരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇതൊന്നും ഇങ്ങോട്ട് വെട്ടാൻ കാണിച്ച മോനെ. കണ്ടോ, ഇത് നമ്മൾ ഇത്ര ഏരിയ, ഇത് ഇവിടെയൊക്കെ ഇത്ര ഏരിയയിൽ നമ്മൾ പടുത വിരിച്ചിട്ട് നെല്ലിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ലൈറ്റ് തന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുപദ് ബിമൽ. കരിഞ്ഞിട്ടുണ്ടോ? ശകലമൊക്കെ ഒരു വറുത്ത മണവും വരുന്നുണ്ട്. പിന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ നെല്ല് പുഴുങ്ങുന്ന മണമുണ്ട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നെല്ല് ഇടുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട്, നല്ലൊരു നൊസ്റ്റാൾജിക് മണമാണ്. കരിഞ്ഞില്ല, ആ ഒരു പ്രത്യേക പരുവത്തിൽ നമ്മൾ നിർത്തി പുറത്തെടുത്തു. കരിവില്ലാതെ തന്നെ എടുക്കാൻ സാധിക്കും. അതൊരു വലിയ ഇതാണ്. വെള്ളം നമുക്ക് എന്തോരം വേണം എന്നുള്ള ഒരു, വെള്ളം പറ്റിപ്പോകാനും പാടില്ല, എന്നാൽ കൂടിപ്പോകാനും പാടില്ല. അതാണ് അതിൻ്റെ ഒരു. ഇതൊന്ന് ചെരുവത്തേക്ക് അരിച്ചിടാം. അപ്പോൾ വീഡിയോ നിർത്തിയാലോ? വേണ്ട, എന്നാൽ കുറച്ചും കൂടെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതേ ഒന്ന് കാണാൻ പറ്റുന്നില്ല, രാത്രി ആയതുകൊണ്ട് ക്ഷമിക്കണം. നെല്ല് ഒരു മിനിറ്റ്, ചരുവത്തോടെ കമത്തി ഇങ്ങനെ നിരത്തണം കേട്ടോ. കുറേ നെല്ലിവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ കുണാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇടണം. ഇത് സ്പ്രെഡ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ഇങ്ങനെ നിരത്തണം ഫുള്ളും. ബാക്കി പണിയൊക്കെ നാളെ കേട്ടോ. ഇതിന് ഉണക്ക് നമ്മൾ 3rd പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും, ഫൈനൽ. അപ്പം ഇത് നമ്മുടെ 2nd പാർട്ടിൽ നമ്മൾ നെല്ല് പുഴുങ്ങുന്നതായിരുന്നു. പുഴുങ്ങുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. രാത്രിയൊക്കെ ആയിരുന്നുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെയും പോരായ്മകളുണ്ട്, അത് കമൻ്റായിട്ട് അറിയിക്കണം. നെല്ല് പുഴുങ്ങുന്ന പുതിയ പുതിയ ടിപ്സ് കമൻസായി ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൻ്റെ ഫൈനൽ പാർട്ടുമായി വീണ്ടും കാണും വരെ ബൈ.